അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ ഉമ്മ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതുണ്ടാവുന്നത് എന്താന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ഏറ്റവും അധികം അറ്റാച്ച്മെൻ്റ് ഉണ്ടാവണത്, നമ്മൾ ഏറ്റവും അടുത്ത് പെരുമാറുന്നത് ഉമ്മയോടാണ്. അപ്പോൾ പിന്നെ കൂടുതൽ സമയം നമ്മൾ ഇടപഴകുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളിലെല്ലാം ഇടപഴകുന്നതും ഒക്കെ ഉമ്മയാണ്. ആ അനുഭവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉമ്മൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആളുകൾ, ആ സ്നേഹം അനുഭവിച്ച ആളുകൾക്കുണ്ടല്ലോ, ആ ഉമ്മ എന്നും ഒരു വികാരമായി നിലനിൽക്കും. ഏത് പ്രായത്തിലും ഏത് സമയത്തിലും അങ്ങനെയാണ് അത് ഉണ്ടാവുക. ശരിക്കും എല്ലാ ഉമ്മമാരും നമ്മുടെ കുട്ടികളുമായുള്ള ആ ഒരു മാനസിക ബന്ധമുണ്ടല്ലോ, അപ്പോൾ ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിലൊക്കെ ഉമ്മാർക്ക് അതിനൊന്നും സമയം കിട്ടണില്ല എന്നുള്ളതാണ്. ഉമ്മ തൻ്റെ സങ്കടം മറ്റൊരാളോട് പറയേണ്ടി വരാത്ത വിധത്തിൽ ആ കുട്ടികളോടൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഉമ്മൻ്റെ ഏറ്റവും വലിയ മഹത്വം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും ആ ഉമ്മയെ ഓർക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ രണ്ട് ഉമ്മമാരുടെ വൈകാരികമായ രംഗങ്ങൾ നമ്മൾ കണ്ടു. സ്പെയിനിലെ കളിക്കാരിൽ ഒരാൾ, അയാൾക്ക് ഈ മെഡൽ കിട്ടിയപ്പോൾ അത് നേരെ പോയിട്ട് ഗാലറിയിലിരിക്കുന്ന ആ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൈ കൊടുത്തിട്ട് ആ സാധനം കഴുത്തുനിന്ന് അയച്ചിട്ട് നേരെ കൊണ്ടുപോയി കൊടുക്കുന്നത് കാണാൻ പറ്റും. എന്താ പറയുക വെച്ചാൽ, അവർ അഭയാർത്ഥികളായി പോരുന്ന സമയത്ത് ഗർഭിണിയായിട്ട് അവർ വരുമ്പോൾ ഇവനെ ഇവനെ ഗർഭത്തിലായിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് നടന്ന് വരുന്നത്. ആ ഗർഭം ചുമന്ന് പിന്നെ നടന്നു വന്നതിൻ്റെ ആ ത്യാഗ ഓർമ്മകളുണ്ടല്ലോ, അതൊന്നും ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടായപ്പോൾ തനിക്ക് കിട്ടിയ ആ സ്വർണ്ണ മെഡൽ നേരെ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു വൈകാരിക രംഗം, അതാ ഒരു മാനസിക ബന്ധത്തിൻ്റെ, ഉമ്മ എന്ന വികാരത്തിൻ്റെ. മറ്റൊന്ന് വല്യമ്മയോടാണ്. ഉമ്മൻ്റെ താരാട്ട് കേൾക്കാൻ കഴിയാത്ത വല്യമ്മ, ആ വല്യമ്മയെ കൈപിടിച്ചിട്ട് നടക്കുന്ന, എവിടെ പോകുമ്പോഴും വല്യമ്മനെ കൊണ്ടു നടക്കുന്ന ഒരു പ്ലെയറെയാണ് നമ്മൾ പിന്നെ കണ്ടത്. അപ്പോൾ ഉമ്മ എന്ന വികാരം വല്ലാത്തൊരു വികാരമാണ്. ആ വികാരത്തെ സൃഷ്ടിക്കാൻ ബോധപൂർവം ഉമ്മമാർ ശ്രമിക്കണം. ആ വികാരം സ്വാധീനിക്കപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യണം? അതിന് പകരം ചെയ്യാൻ സ്വാഭാവികമായും ജീവിതത്തിൽ അനിഷ്കുറിലി വലി വാലിദൈക്ക, അതുകൊണ്ട് എനിക്കും നിൻ്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യുന്ന അള്ളാഹു പറഞ്ഞു. അള്ളാഹ് നമുക്ക് ധാരാളം അനുഗ്രഹം തന്നിട്ടുണ്ട്, അതിന് അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യണം. നമ്മുടെ മാതാപിതാക്കളും നമുക്ക് അനേകം ത്യാഗങ്ങളും കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്താണ്. അതിനുള്ള നന്ദി നമ്മൾ അവരോട് കാണിക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, ഈ ഉമ്മയും മക്കളും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന്, രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും മക്കൾക്ക് എപ്പോഴും ഉമ്മൻ്റെ സംസാരം ഒരു അരോചകരമായി തോന്നും, എപ്പോഴും ചീത്ത പറഞ്ഞ്. അതിൻ്റെ കണ്ടൻറ്റ് പരിശോധിച്ച രണ്ട് കാര്യം ഉണ്ടാവും. ഉമ്മാർ നമ്മളോട് പറയണ എല്ലാ വിമർശനങ്ങളും ശാസനകളും രണ്ട് കാര്യം ഉണ്ടാവുക. ഒരു വികാരം എന്താണെന്ന് വെച്ചാൽ, എന്താണ്, നീ നേരാവുന്നില്ല, നീ നല്ലൊരാളാകുന്നില്ല എന്നാണ് ആകത്തുക. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ നീ നിസ്കരിക്കണില്ല, നീ അത് കേൾക്കണില്ല, പറയണില്ല, അപ്പോൾ നീ ഒരു നല്ല മനുഷ്യനാവുന്നില്ല എന്നതാണ് ഉമ്മൻ്റെ സംസാരത്തിൻ്റെ ഒരു ഭാഗം, ഏറ്റവും പ്രധാനമായിട്ടുള്ള. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഒരു നല്ലവനാകുന്നു എന്ന് ഉമ്മനെ ബോധ്യപ്പെടുത്താവുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാതെ ആ വാക്കുകളും പ്രവർത്തികളിൽ നിന്നും എന്തെങ്കിലും ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ വികാരം, നീ കേടന്ന് പോവും, നീ നശിച്ചു പോകും, നീ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നശിച്ചു പോകും എന്ന ആശങ്കയാണുള്ളത്. എനിക്കിപ്പോൾ എൻ്റെ കൂട്ടുകാർ മതിയല്ലോ, നീ ഇപ്പോൾ എപ്പോഴാണ് ഇന്നലെ വന്നത്, നീ എന്താ ആയത് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ ആരൊക്കെയോ കൂട്ടുകൂടി നശിക്കും എന്ന ആശങ്കയും, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യവുമാണ് ഈ ഉമ്മമാരുടെയും ഇവിടെ ശാസനകളുടെ പ്രധാനം. ഈ ശാസനകൾ നിരന്തരം തുടരുമ്പോൾ നമ്മളുമായുള്ള മാനസികമായ അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിലനിർത്തേണ്ട ഒരു ബന്ധമാണ് വൈകാരികമായ മാതാക്കളുമായുള്ള ബന്ധം. അത് നിലനിർത്തുന്നതിൽ മാതാക്കളും ശ്രദ്ധിക്കണം, മക്കളും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അതതിൻ്റെ പൂർണ്ണത പ്രാപിക്കുകയുള്ളൂ.